പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് ഇടിയൻ ചക്ക കൊണ്ട് ഒരു ഉപ്പേരി, തോരെന്ന് പറയും. ഇടിയൻ ചക്ക തോരെന്ന് പറയും, ഇടിയൻ ചക്ക ഉപ്പേരി എന്ന് പറയും. വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇടിയൻ ചക്കയുടെ കാലല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ വെച്ചു. നമുക്ക് ഇടിയൻ ചക്കയില്ലേ, അത് പൊട്ടിക്കാം. നമുക്കതിനെ മുറിക്കാം. നമ്മളിവനെ ആയതിനെ കഷ്ണങ്ങളാക്കണോ? ഇത് വേണ്ട. കയ്യുമ്പത്തിരി വെളിച്ചെണ്ണ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്ക മുളഞ്ഞതിനാവില്ല കേട്ടോ. 3 കഷ്ണങ്ങളാക്കിയിട്ടാ നമ്മൾ ഇതിനെ ഇതിനോട് ചെറിയ കഷ്ണങ്ങളാക്കണം. നമ്മളിതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാ. ഇനി ഇത് ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കാം. നമ്മളിത് കഴുകി കുക്കറിലിട്ടു. ഇത് കറക്റ്റ് 1/2 കിലോ തൂക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടുക, വെള്ളം ഒഴിക്കുക, വേവിക്കാൻ ആവശ്യം. ഏകദേശം ഇതിൻ്റെ ഒരു നിറച്ചാണ്ട് വേണ്ട. ഇതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെന്തിനാ ഒഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ഇടിയൻ ചക്കര ഒരു പശീൻ്റെ അത് മുളഞ്ഞേൻ അത് ഈ പാത്രത്തിൻ്റെ ചുറ്റുമൊക്കെ പിടിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കുറേ നാൾ കഴിഞ്ഞാൽ ഈ പാത്രം വൃത്തിയാവണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഒരു സ്വല്പം വെളിച്ചെണ്ണ, പേരിന് മതി, ഒരു 3-4 തുള്ളിയാലും കുഴപ്പമില്ല. ഇത് ഇളക്കാം. ഇനി കുക്കറിൽ ഒറ്റ വിസിൽ അടിപ്പിക്കുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ തുറക്കുക. വെന്തുട്ടാ, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഈ സാധനമില്ലേ, ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ലെഫ്റ്റിലേക്ക് ഇടത്തോട്ട് ഒറ്റ തിരി, വല്ലാണ്ടാക്കരുത്, ഉണ്ട പരിവാക്കി കൊണ്ടുവരരുത്, വെറുതെ ചതച്ച് കൊണ്ടുവരാം. കണ്ട മിക്സിയിൽ ഇങ്ങനെയുണ്ട് അടിച്ചു കൊണ്ടു കേട്ടോ. ഇത് മിക്സിയിലെങ്കിൽ അമ്മിക്കല്ലുമേ ചതച്ചാലും മതി. മിക്സി അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭംഗി കൂടും, ഒന്ന് മാത്രം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. ഇതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ, ഒരു നല്ലൊരു പിടി ചെറിയ ഉള്ളിയും അതിൻ്റെ അത്രയ്ക്ക് തന്നെ വെളുത്തുള്ളി നന്നായി കൂടിയുണ്ട്, കുഴപ്പമില്ല. അത് ചതച്ചത് ഇതിലേക്ക് ഇടാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടിയല്ല, മറ്റേ കുത്തിപ്പൊടി മുളക് പൊടി ഇട്ടാ, അതിരിക്കില്ല. ഇനി ഇതിൽ കിടന്ന് മൂക്കണം. ഇതിലേക്ക് 2 കതിര് വേപ്പിലിടാം. ഈ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കംപ്ലീറ്റ് മൂത്തും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് നാളികേരം, ഒരു കാമുറിയ നാളികേരം, അല്പം കൂടിയാലും കുഴപ്പമില്ല. നല്ല മൂത്ത് മുരടിച്ച നാളികേരം എടുക്കരുത് കേട്ടോ. ഒരു ചടല് ടൈപ്പുള്ള നാളികേരം ചെരിയത് ഇരിക്കാനിടാം. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ്, ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ഇട്ടാ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കാം. 2 മിനിറ്റായി. നമുക്ക് ഈ ഇടിയൻ ചക്കയില്ലേ, അത് മിക്സിയിൽ അടിച്ചിരിക്കാണ്ട് ചേർക്കാം. ഇനി നന്നായി കണ്ട് ഇളക്കാം. നന്നായി ഇളക്കി ഒഴിപ്പിച്ച്, അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഇടിയൻ ചക്കര പണി കഴിഞ്ഞു. ഇത് കഴിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ വാരത്തിന്ന ചോറ് കൂട്ടിയിട്ടാണ് മെയിൻ എടുത്തിട്ടുള്ളത്. ചോറ് എങ്ങനത്തെ ചോറ് വേണമെന്നറിയും. നമ്മുടെ സാധാരണ സദ്യക്കുള്ള വെള്ളരി പറ്റില്ല. അത് തെറിച്ച് ഇങ്ങനെ ടൈപ്പൊന്നും പറ്റില്ല. ചില സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം, അവിടുന്ന് ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ അടുപ്പുമ്പോൾ കയറിയിരിക്കണം, ബാക്കിയുള്ളത് നമ്മുടെ ഉള്ളിൽ വേവാനായിട്ട്. അങ്ങനത്തെ ടൈപ്പ് അരി പാടില്ല. നമ്മൾ നല്ല മട്ടരി ചോറ് സാധാരണ വേവണേക്കാളും ഒരല്പം കൂടിയാണ് വേവാം. എന്നിട്ട് ആ ചോറിൽ ഇത് കൂട്ടി മഴക്കടിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വിശ്വരൂപം വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.